നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈ വീഡിയോയുടെ തുടക്കമെന്ന് പറയുന്നത് ഇതല്ല കേട്ടോ. പെരും മഴ, ട്രിവാൻഡ്രത്ത് മഴയെന്ന് പറഞ്ഞാൽ ഭീകര മഴ കേട്ടോ. ആ മഴ ആസ്വദിച്ചിരിക്കുന്ന ഞാനായിരുന്നു. പക്ഷേ എങ്ങനെയോ ആ ഒരു ക്ലിപ്പെല്ലാം ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. രാവിലെ തന്നെ ഉറട്ടിയും പരിപ്പ് കറിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. വേദയ്ക്ക് സ്കൂളിൽ പോകണമല്ലോ. അങ്ങനെ ഉറട്ടിയും പരിപ്പ് കറിയൊക്കെ റെഡിയാക്കി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പക്ഷേ ആ വീഡിയോ മിസ്സായതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കരുതി ഫുൾ വോയിസ് ഓവർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ അസുഖം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്, അസുഖം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ അത്രയും ക്ഷീണമില്ല, എങ്കിലും ക്ഷീണമുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നലത്തെ അത്രയും ഞാൻ കുഴപ്പമില്ല കേട്ടോ, ഞാനൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ സുഖമായിട്ട് ഉറങ്ങേണ്ട സമയത്ത് രാവിലെ എണീറ്റ് വേറെ സ്കൂളിൽ വിടാൻ ഉറട്ടിയും പരിപ്പ് കറിയൊക്കെ വെച്ച് അതിഗംഭീരമായ ടിഫിൻ ബോക്സ് വരെ പാക്ക് ചെയ്തപ്പോഴാണ് സ്കൂളിൽ നിന്നും മെസ്സേജ് വരുന്നത്, ഇന്ന് അവധിയാണ് മഴയിൽ പ്രമാണിച്ചിട്ടെന്ന്. എങ്ങനെ ദേഷ്യം വന്നു എന്നറിയോ. സത്യം രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട സമയം ഇന്നലെ ആ അവധി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ, സമയത്ത് മാത്രമേ അവധി പ്രഖ്യാപിക്കത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കൈ നോക്കിക്കേ, മെനിങ്ങാന്ന് കരിപ്പാത്രം കഴുകിയതിൻ്റെ റിസൾട്ടാട്ടോ. എനിക്ക് കണ്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. എന്തോ പോലെ ഇരിക്കുന്നു, രണ്ട് കൈയിലും ഇങ്ങനെ കരി പിടിച്ചിട്ട് എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവധി പ്രഖ്യാപിച്ചു. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല, എങ്കിലും ഇന്നലത്തെക്കാട്ടി ബെറ്റർ ആയിട്ടോ. അപ്പോൾ ഇന്നലെ ദീപ ചേച്ചിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വാ, വയ്യെങ്കിൽ ഇങ്ങ് വാ, ഇവിടെ നിന്ന് സുഖമായിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടല്ല, ഞാൻ കരുതി എന്തായാലും എനിക്ക് ചെറിയൊരു വയ്യായിക ഉണ്ട്. പിന്നെ ഞാൻ കരുതി കുക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, നേരെ ദീപ ചേച്ചിട്ട് അതിപ്പോൾ വേദയ്ക്ക് സ്കൂളുണ്ടായിരുന്നെങ്കിലും വേദ സ്കൂളിൽ വിട്ടിട്ട് ദീപ ചേച്ചിട്ട് അവിടെ പോകാമെന്നും പറഞ്ഞിരുന്നതാണ്. വേദയ്ക്ക് സ്കൂളില്ല, അപ്പോൾ പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് ദീപ ചേച്ചിട്ട് അവിടേക്ക് വന്നു. അപ്പോഴേ ഈ അവധി പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന് നേരത്തെ പ്രഖ്യാപിച്ചാൽ, അതായത് തലേ ദിവസമേ പ്രഖ്യാപിച്ചാൽ നല്ല കാര്യമല്ലേ. കുറച്ച് സമയം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുക ഈ മഴയത്തല്ലേ. ഇത് സമയത്ത് പ്രഖ്യാപിക്കുന്ന ജോലികളെല്ലാം രാവിലെ 7:30-ക്കൊക്കെ സ്കൂളിൽ പോകേണ്ട കുട്ടികൾക്ക്, അല്ലെങ്കിൽ 7 മണിക്കൊക്കെ സ്കൂളിൽ പോകേണ്ട കുട്ടികൾക്കെല്ലാം റെഡിയാക്കി നമ്മൾ വരുമ്പോഴേക്കും രാവിലെ എഴുന്നേറ്റ് ചോറും കറികളൊക്കെ വെച്ച് റെഡിയായിട്ട് വരുമ്പോഴേക്കും സ്കൂളില്ല എന്ന് പറയുന്നത് എത്ര വിഷമമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അന്ന് സ്കൂൾ വയ്ക്കണം, അടുത്ത ദിവസം പിന്നീട് അവധി വെച്ചാലും മതിയായിരുന്നു അല്ലേ. അത് ഞാൻ ആ പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം പോയി കിട്ടി. രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തു, ജോലിയെല്ലാം ആവുകയും ചെയ്തു. ജോലിയില്ലാന്ന് വെച്ചാൽ പരിപ്പ് കറി ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഉറട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, ഉറട്ടിയും പരിപ്പ് കറിയും. അപ്പോൾ വേദയ്ക്ക് പരിപ്പ് കറി ഇഷ്ടമായതുകൊണ്ട് തന്നെ ചോറ് വച്ചായിരുന്നു. ചോറും പരിപ്പ് കറിയും കൂടെ കൊടുത്തു വിടാമെന്നും കരുതി കേട്ടോ. അത്രയും വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എങ്കിലും അത്രയും ആയില്ലേ. അപ്പോൾ ദീപ ചേച്ചിയുടെ അവിടെ വന്നപ്പോഴേക്കും ചേച്ചി സാമ്പാർ വെച്ചു, വേദയ്ക്ക് കുറച്ച് ചിക്കൻ ഫ്രൈക്ക് പുരട്ടി വെച്ചിരിക്കുന്നു, മീൻ പുരട്ടി വെച്ചിരിക്കുന്നു ഫ്രൈക്കായിട്ട്, തോരൻ വെച്ചു. അങ്ങനെയൊക്കെയുള്ള ജോലികളായിട്ട് ധൃതിയിൽ നിൽക്കുകയാണ്. നമ്മൾ മീൻ വാങ്ങിയിട്ട് പോകാൻ നോക്കിയപ്പോൾ മഴയെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ഭീകര മഴയായിരുന്നു കേട്ടോ. ഇന്നലെ ഉച്ച വരെ അസാധ്യ മഴയായിരുന്നു കേട്ടോ. തോരാണ്ട് ഇങ്ങനെ പെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു മഴയ്ക്ക് ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ രാവിലെ സ്കൂൾ ഉണ്ടാവുമെന്ന് മെസ്സേജ് വരുമെന്ന്. പക്ഷേ മെസ്സേജ് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാളെ ക്ലാസ് ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴായിരിക്കും ഫ്രൈഡേ ക്ലാസ് ഇല്ല, സാറ്റർഡേ ക്ലാസ് വയ്ക്കും എന്ന് പറയുന്നത്. അതിലും ഭേദം ഈ മഴയുള്ള ദിവസം വെക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞല്ലോ, ഇനി സാറ്റർഡേ അതിന് വേണ്ടിയിട്ട് എഴുന്നേക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദീപ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് മാധവനോ മാധുന്നോ മല്ലു എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് ഇനി ചീര പറിക്കാൻ പോവുകയാണ്. ചീര ഇവിടെ ഭയങ്കര മെഴുക്കുവരട്ടി ഏട്ടനും ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും പ്രകാശ് ഏട്ടനൊന്നും ഈ മെഴുക്കുവരട്ടി കഴിക്കത്തില്ല, അപ്പോൾ തോരനാണ് കൂടുതലും വയ്ക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വേറെ തോരനൊക്കെ വെച്ചതുകൊണ്ട് അനിയനും ചേട്ടത്തിക്കും കൂടി ചീര മെഴുക്കുവരട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് ചീര അവിടെ തന്നെ നട്ട് കൃഷിയുണ്ട് കേട്ടോ. അതിൽ നിന്ന് പറിച്ചെടുക്കുകയാണേ. ഇവിടെ കുറേയേറെ കൃഷികളുണ്ടായിരുന്നു കേട്ടോ. വെണ്ടയ്ക്ക, കത്തിരിക്ക, ചീര, മുളക്, അങ്ങനെയൊക്കെ കുറേയേറെ കൃഷികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട് പണി നടന്നപ്പോൾ അതെല്ലാം എടുത്തും മാറ്റിയും വെച്ച് എല്ലാമൊക്കെ പോയി കേട്ടോ. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഓണം വന്നു, കല്യാണം വന്നു, അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയിട്ട് വീണ്ടും തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് ആകെ കൂടി വാരി വലിച്ച് വീടൊക്കെ ഒരു കോലമായിട്ട് കിടക്കുകയാണ്. സത്യം പറഞ്ഞാലേ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. ഒന്ന് ഓക്കെ ആയി, ഇന്നലത്തെ അത്രയും ക്ഷീണമില്ല കേട്ടോ. ഇന്നലെ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. എനിക്കറിയില്ല എനിക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ടെന്നുള്ളത്. അത് പറയാൻ ഇപ്പോൾ ഏട്ടൻ ഹോസ്പിറ്റലിൽ പോകാൻ വിളിക്കുകയാണ്. പക്ഷേ എനിക്കത് പറയാൻ പറ്റണ്ടേ. ഡോക്ടറോട് ചെന്ന് നമുക്കുള്ള വയ്യായിക എന്താണെന്നുള്ളത് പറയണ്ടേ. ക്ഷീണമെന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു വയ്യായിക പറയാൻ പറ്റണ്ടേ. ഒരു വയ്യായികയും ഇല്ലാതെ ക്ഷീണമെന്ന് മാത്രം പറയുമ്പോൾ ഡോക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റണ്ടേ. എന്തായാലും ഒരു ട്രിപ്പും 2-3 ഇഞ്ചക്ഷനൊക്കെ കയറിയപ്പോൾ ഞാൻ ഒരുവിധം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റി കേട്ടോ. മറ്റൊന്നെനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. കിടക്കുമ്പോൾ എങ്ങനെയും കിടക്കുക, എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്കവിടെ നിൽക്കാൻ വയ്യ. ദേഹമെല്ലാം തളർന്ന് ഞാൻ വീണ്ടും അങ്ങ് വീഴാൻ പോകുമ്പോഴായിരുന്നു കേട്ടോ.
ഇന്നിപ്പോൾ അത്രയും പ്രശ്നമില്ല, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ അത്യാവശ്യം കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ. ഇത് വലിയ കത്തിരിയാണ്, അതെല്ലാം പട്ടുപോയി കേട്ടോ. വിത്തിന് വേണ്ടി എന്തോ നിർത്തിയിരിക്കുകയാണ്. ഇത് വേദന പരിപാടി കേട്ടോ, സൂപ്പറെന്ന് കാണിക്കുന്നതാണ്. കത്തിരിയും മുളക് തൈയും ഒക്കെ നിൽപ്പുണ്ട്. എല്ലാം ഈ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് ഭാര്യയും വലിച്ചും അപ്പുറം ഇപ്പുറവും ഒക്കെ നട്ടും പിടിച്ചും അതിൻ്റെ മുകളിലൊക്കെ സാധനങ്ങളൊക്കെ വാരിയിട്ട് എല്ലാ ഏകദേശം ഒരുമാതിരിയായ കേട്ടോ. ഇത് പാല് മുളകെന്ന് ട്രിവാൻഡ്രത്ത് പറയുന്നില്ല, വെള്ള കളറിൽ നിൽക്കുന്ന കാന്താരി പോലത്തെ മുളകാട്ടോ. അതൊക്കെ നിറയെ പഴുത്ത് നിൽപ്പുണ്ട്. അങ്ങനെ നിന്നപ്പോഴേക്കും ഏട്ടൻ ചെന്ന് മീൻ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഈ മഴയത്ത് ഏട്ടൻ എവിടെ നിന്ന് ഈ വാള കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. 2 കുഞ്ഞൻ വാളയും വാങ്ങിച്ചിട്ട് വന്നു. കുഞ്ഞനെന്ന് പറയാനായിട്ട് 2 വാള 600 രൂപയ്ക്ക് എന്തോ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അത്ര വലുതൊന്നുമല്ല. ഇന്നലെ എല്ലാ സ്ഥലങ്ങളിലും വാള മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു സ്ഥലത്തും, കാരണം രാവിലെ മീനൊക്കെ വരുന്ന സ്ഥലത്തൊന്നും നോക്കിയിട്ട് മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് മഴയായിരുന്നു. അപ്പം ഇന്ന് മീൻ കിട്ടില്ല എന്ന് തന്നെ കരുതിയിരുന്നതാണ്. പക്ഷേ ഏട്ടൻ എവിടെ നിന്ന് വെച്ചൊന്ന് ഒപ്പിച്ചിട്ട് വന്നു കേട്ടോ വാള. എനിക്കാണെങ്കിൽ ഒരു അക്ഷരം വേണമെന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ചോറെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. ആ ചോറ് മാറ്റിയിട്ടുള്ള കഞ്ഞിവെള്ളം ഒരു വലിയൊരു പാത്രം നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ആ കഞ്ഞിവെള്ളം ഞാൻ അത്രയും കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഭക്ഷണം വേണമെന്നേ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളം ഞാൻ ശരിക്കും ഉപ്പിട്ട് നന്നായിട്ട് കുടിച്ചു. ഇവിടെ വന്നപ്പോൾ ദീപ ചേച്ചിയും കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എടുത്തുന്നു കേട്ടോ. അതും ഞാൻ ഉപ്പിട്ട് കുടിച്ചു. ആ കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴും എനിക്ക് വല്ലാതെ എന്തോ പോലെ വരുന്നുണ്ട്. എനിക്ക് വെള്ളവും വേണ്ട, ആഹാരവും വേണ്ട, അങ്ങനെ ഒരു ഇതിൽ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഒന്നും അങ്ങോട്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ലൂസ് മോഷൻ വന്നാലും ഒരു ട്രിപ്പ് ഇടുമ്പോൾ ലൂസ് മോഷനൊക്കെ അങ്ങ് മാറി ഓക്കെ ആവും. അടുത്ത സെക്കൻഡിൽ ഞാൻ തീറ്റ തുടങ്ങുന്നതാണ്. പക്ഷേ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശപ്പുമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നുമില്ല. എല്ലാത്തിനോടും ഒരു തരം വെറുപ്പ് കേട്ടോ. ഈ ഗർഭിണികൾക്കുണ്ടാകുന്ന മോർണിംഗ് സിക്നസ് ഇല്ലേ, അതുപോലെയായിരുന്നു ഇന്നലത്തെ എൻ്റെ അവസ്ഥ. ഇന്നിപ്പം ഗർഭിണികൾക്ക് ഭക്ഷണം വേണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയില്ല, അതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ഇപ്പം നിങ്ങൾ കരുതി ഞാൻ ഇനി പ്രഗ്നൻ്റ് ആണോ ഗർഭിണിയാണോ? ഒന്നുമല്ല കേട്ടോ, ഗർഭിണിയും പ്രഗ്നൻറ്റും ഒന്നുമല്ല. പക്ഷേ എനിക്ക് വയ്യ, ലോ ബി പി ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. ലോ ബി പി വന്ന് ഇത്രയും കഠിനമാവുമെന്ന് എനിക്കറിയില്ല. പണ്ട് മുതലേ എനിക്ക് ലോ ബി പി ഉണ്ട്, പക്ഷേ ഇത്രയും കടുപ്പിച്ചൊരു ലോ ബി പി എനിക്കിത് ആദ്യമായിട്ടാണ്. ഒരു ആമമോതിരം വാങ്ങി എൻ്റെ കയ്യിലോട്ടിട്ട് അതിനുശേഷം എന്നും എനിക്കിത് തന്നെ കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നോക്കും ഇതുകൊണ്ടാണോ എന്നുള്ളത്. ആണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആമമോതിരത്തിനടുത്ത് തോട്ടിൽ കളയും കേട്ടോ. സത്യം അതിട്ടതിന് ശേഷമാണ് എനിക്ക് തലവേദന വരക്കം, ഇതുപോലുള്ള ക്ഷീണം വരക്കം, ചുമ്മാ ഇരിക്കുമ്പോൾ അസുഖം വരക്കം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അതിന് ശേഷം എനിക്ക് എന്നും അസുഖമാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ ആമമോതിരം എന്തിലൊക്കെ സത്യമുണ്ട്, അതനുസരിച്ച് ഇടുക എടുക്കുക എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. ഞാൻ പിന്നെ അത്രയും കാര്യമായിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് മാത്രം ഇടുന്നു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഷോക്ക് ഇട്ടാലും ചിലപ്പോൾ പണി കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ നോക്കിയിട്ട് വീണ്ടും പണി കിട്ടുകയാണെങ്കിൽ ആ ആമമോതിരത്തിനടുത്ത് ഞാൻ ദൂരെ കളയുവേ. അതുകൊണ്ട് ഗായ്സ്, ഈ ആമമോതിരമൊക്കെ വാങ്ങി ഇടുന്നവരൊന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വാങ്ങിച്ചിട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനുശേഷം കേട്ടോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്നാൾ വന്ന പോലൊരു മൈഗ്രെയിൻ വരുന്നത്. ടാബ്ലറ്റ് കഴിച്ചാൽ കുറയാത്ത മൈഗ്രെയിൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വരെ ഞാൻ കിടന്ന് പിടച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നലെ സത്യമായിട്ട് എന്താ അസുഖമെന്നില്ല, അസുഖത്തിനൊരു പേരില്ല, എന്താ പറയണ്ടതെന്നും അറിയില്ല, അങ്ങനെ ഒരു വയ്യായിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷണം ഈ ആമമോതിരം ഇട്ടിട്ടാണോ എന്താണെന്നറിയില്ല. എന്നാലും എനിക്കത് ഉപേക്ഷിക്കാൻ തോന്നുന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കരുതി കുറച്ചുകൂടെ നോക്കട്ടെ, നോക്കിയിട്ട് വീണ്ടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെങ്കിൽ ഈ സാധനം എൻ്റെ കൈ കിടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇത് ദീപ ചേച്ചി കറിവേപ്പില എടുക്കാൻ പോവുകയാണ്. നമ്മുടെ കള്ളിക്കാടുള്ള പ്രകൃതി രമണീയത ദീപ ചേച്ചിയുടെ അവിടെ വന്നാലും കിട്ടും കേട്ടോ. സിറ്റിയിലാണ് വീടെങ്കിലും കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഇതുപോലുള്ള പുറന്നാട്ടു വിള വീട്, ഇതാണ് കേട്ടോ പ്രകാശേട്ടൻ്റെ തറവാട് വീടിൻ്റെ പേര്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വാഴ, കറിവേപ്പില, ചേന, ചേമ്പ്, ചക്ക, മാങ്ങ എല്ലാമൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൃഷികളും കാര്യങ്ങളും. കൃഷി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇവിടെ വെജിറ്റബിൾസ് വാങ്ങിക്കൽ കുറവാട്ടോ ദീപ ചേച്ചിയുടെ അവിടെ. ഇവിടെയൊക്കെ നിൽക്കുന്ന വാഴത്തണ്ട്, വാഴത്തട, വാഴയ്ക്ക, ചേനത്തണ്ട്, ചേമ്പന്തണ്ട്, മുരിങ്ങയില, മുരിങ്ങയ്ക്ക, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതലും കറികൾ വെക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഈ സാമ്പാറിനോ അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങുന്നു എന്നല്ലാണ്ട് ഒന്നുമില്ല കേട്ടോ. ഇന്നലത്തെ ഭീകര മഴയിൽ കാറ്റത്തും ഒടിഞ്ഞു വീണ വാഴകളാണ് ഈ കിടക്കുന്നതല്ല. നമ്മുടെ തിരുമല സൈഡിൽ ഇത്രയും കാറ്റുണ്ടായിരുന്നില്ല കേട്ടോ, മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മണ്ണന്തല നല്ല മഴയായിരുന്നു, അല്ല കാറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒടുങ്ങി വീണ് കിടക്കുക കേട്ടോ. ഈ കൊലകളെല്ലാം ഏകദേശം ഒന്ന് പരുവായി വന്നതാട്ടോ, കായ്ച്ച് കൊലച്ചൊക്കെ തുടങ്ങിയതായിരുന്നു. എല്ലാം നശിച്ചു പോയി, എല്ലാം ഒടുങ്ങി വീണ് കിടക്കുന്നുണ്ട് കേട്ടോ.
അത്രയ്ക്ക് വേണ്ടി കാറ്റായിരുന്നു. പക്ഷെ നമ്മളവിടെ ഇത്രയും കാറ്റുണ്ടായിരുന്നില്ല. മഴ കാര്യമായിട്ട് നിൽക്കാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കള്ളിക്കാട് അമ്മയെ വിളിച്ചപ്പോൾ അവിടെ ഇത്രയും മഴയില്ലെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ നല്ല മഴ. ഞാൻ പറഞ്ഞില്ലേ, അതിനു വേണ്ടി ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ ഭീകര ചൂട്. അതിനു വേണ്ടി മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്തോട്ടെ, എനിക്കിഷ്ടമാണ് മഴ പെയ്യുന്നത്. കറിവേപ്പിലയൊക്കെ നിറയെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇഞ്ചിയും വാഴയും ചക്ക. ഇവിടെ 365 ദിവസം വന്നാലും ചക്ക കിട്ടുന്നതാണ്. ഇപ്പോൾ എന്തോ ചക്കയ്ക്ക് കുറച്ച് ഷോർട്ടേജൊക്കെ വന്നിട്ട് നിന്ന് പ്ലാവുകളൊക്കെ ഏകദേശം മുറിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടേജാണ്. ഇവിടെയെങ്കിലും ചക്കയൊക്കെ ആയി വരുന്നുണ്ട്. ചക്കയും മാങ്ങയും എല്ലാം. കുരുമുളകൊക്കെ ഞാൻ ഇവിടെ നിന്ന് കേട്ടോ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കള്ളിക്കാട് വീട്ടിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒരു ഇതില്ലാണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കള്ളിക്കാട് വീട്ടിലുള്ളതിനെക്കാട്ടി ഇവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം കള്ളിക്കാട് വീട്ടിൽ ഇപ്പോൾ ഒന്നും പിടിക്കുന്നില്ല കേട്ടോ. റബ്ബറൊക്കെ കയറി വലുതായപ്പോൾ ഒരു മുളക് തൈ നട്ടാൽ പോലും പൊടിച്ച് വരുന്നില്ല. പക്ഷേ ഇവിടെ റബ്ബറൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം പൊടിച്ച് വരുന്നുണ്ട്. ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനം അവിടെ ദീപ ചേച്ചി തന്നെ ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ വന്നതിൽ ദീപ ചേച്ചിക്ക് പിടിപ്പത് ജോലിയാട്ടോ. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി സാമ്പാറും തോരനുമായി. പിന്നെ മീൻ പുരട്ടി വെച്ചു, മീൻ കറി വെക്കണം, കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. കപ്പ വേവിക്കണം, കപ്പ പിന്നെ ഇളക്കി കഴിക്കുന്നവർക്ക് ഇളക്കാം. എനിക്കിതൊന്നും വേണ്ട കേട്ടോ. പക്ഷെ മീനും ഇതൊക്കെ കണ്ടാലും എൻ്റെ വായിക്കൂടെ വെള്ളം പോകുന്നതാണ്. എനിക്ക് വെള്ളവും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. എനിക്ക് എവിടെയെങ്കിലും ഇത്തിരി കിടന്നാൽ മതി. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ കയറി കിടക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. കുറച്ച് ഉള്ളി തൊടിച്ചു കൊടുത്താൽ കപ്പയും തൊടിച്ചെടുത്തു. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ. എനിക്കങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരിക്കാനാണ് ഒരു ഇത്. കള്ളിക്കാട് അമ്മയും വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അവർ ഡൽഹിയിൽ പോയി. ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിന് അവർ പോയി. അമ്മയാണെങ്കിൽ പോകുന്നില്ല, നിനക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ പോകും, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് വയ്യായൊന്നുമില്ല, നിങ്ങൾ പോകുന്നവർ പോകും, അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് അമ്മ പിന്നെ പോയതേ. പക്ഷേ നെട്ടയത്ത് അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകത്തുള്ളായിരുന്നു. ഇതിപ്പോൾ അമ്മയും ആരുമില്ല. പിന്നെ ചേച്ചി ഇന്നലെ വിളിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് വന്നേക്കാമെന്ന് കരുതി. നമ്മൾ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുമ്പോൾ ചേച്ചിയും ചേട്ടനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ചേട്ടൻ ഒരുപാട് കണക്ഷൻസാണ് ഇവിടെ ആയിട്ട്. മരണം, പാല് കാച്ച്, അങ്ങനെ ഇങ്ങനെ അവർക്കെന്നും എന്തെങ്കിലും ഒരു ഫങ്ഷൻ കാര്യങ്ങളുണ്ടാവും. ഒരു ദിവസം അവർ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ വിളിച്ചാലും അവർ ബിസിയാണ് കേട്ടോ. വേദ ചെന്ന് മാമിയുടെ കിച്ചണിലെ അമ്മടപ്പെട്ടിയൊക്കെ പരിശോധിക്കുക കേട്ടോ, വല്ലതും സ്നാക്സൊക്കെ ഉണ്ടോ എന്നുള്ളത്. സാധാരണഗതിയിൽ വരുമ്പോൾ കിൻഡർ ജോയിയൊക്കെ മാമിക്ക് കഴിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കണതുണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെ ചെന്ന് അരിക്കുന്നതാണ്. പക്ഷേ കിട്ടിയില്ല, സ്നിക്കേഴ്സ് കിട്ടി. അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ വയ്യായികയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാൻ 1-2 കമൻസ് കണ്ടു. വയ്യായിക ഇത് ഇൻഫെക്ഷനാണ്, അല്ല വൈറൽ ഫീവറിൻ്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും ഒരു സംശയമില്ലാതില്ല. പക്ഷേ ഫീവർ ഇല്ല കേട്ടോ, പനിയില്ല. ഈ പറഞ്ഞ പോലെ ബോഡി പെയിനാണ്. ഞാൻ കരുതി ഡെങ്കു എന്തെങ്കിലും ആണോ എന്ന് കരുതി കേട്ടോ. പക്ഷേ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ടെമ്പറേച്ചറൊന്നുമില്ല, ബോഡി പെയിൻ ഉണ്ട്. ഈ ഒരു വയ്യായിക, ക്ഷീണം, ഛർദ്ദിക്കാൻ വരും പോലെ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇനി പനിയുടെ ലക്ഷണം എന്തെങ്കിലും ആണോ, എന്തെങ്കിലും വൈറൽ ഫീവർ ആണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ചീമയൊക്കെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു, എന്തൊക്കെയോ വൈറൽ ഫീവർ ഇപ്പോൾ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പനിയില്ല, അതുകൊണ്ടാണ് ഒരു ചെറിയ ആശ്വാസമുള്ളത്. ഇന്നും ഞാൻ അത്രയ്ക്കും വേണ്ടി ഓക്കെ ആയില്ലെങ്കിലും ഇന്നലത്തെക്കാട്ടി ഭേദം. എന്തായാലും ഒരു കാര്യം പറയാമല്ലോ, രാവിലെ ഇങ്ങനെ ദീപ ചേച്ചിയുടെ അവിടെ വന്നത് കൊണ്ടൊരു ചെറിയ സമാധാനമൊക്കെ ഉണ്ട്. എന്തായാലും വീട്ടിലാണെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്യണം കേട്ടോ. എനിക്കപ്പം തീരെ അങ്ങ് വയ്യാതെയും ഇല്ല, കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. അതുകൊണ്ട് ഏട്ടനോട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറഞ്ഞു. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനും വയ്യ, രണ്ടും കെട്ടൊരവസ്ഥ കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ എന്നിട്ട് ദീപ ചേച്ചിയൊക്കെ പറഞ്ഞു നാളെ പോവാം, ഇന്ന് ഇനിയിപ്പോൾ അത്യാവശ്യപ്പെട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് വയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കിടന്ന് അങ്ങനെ പോത്ത് പോലെ ഉറങ്ങുന്നതിൻ്റെ ഒരു സുഖം നമ്മളിപ്പോൾ എത്ര അടുത്ത വീട്ടിൽ പോയാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അയ്യോ അവർക്ക് ഒക്കെ കുഴപ്പമില്ല, നിങ്ങളെപ്പോഴും എത്ര മണിക്ക് വേണം ദീപ ചേച്ചിയൊക്കെ കിടന്നോ, സുഖമായിട്ട് കിടന്നോ, എണീക്കണ്ട, പതിയെ എണീറ്റാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ നമുക്കങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അയ്യോ അവരെന്ത് വിചാരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ എന്നൊക്കെ കരുതിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകും. അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പിന്നെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ, അങ്ങ് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതിപ്പോൾ നെട്ടയത്താണേലും ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും കേട്ടോ. പക്ഷെ നെട്ടയത്തൊന്നും ഈ പറഞ്ഞ പോലെ അത്രയും സുഖം കിട്ടത്തില്ല. രാവിലെ ആകുമ്പം ഓട്ടോമാറ്റിക് എഴുന്നേറ്റ് പോകും. ഇത് ഓട്ടോമാറ്റിക് എഴുന്നേൽക്കുന്നതല്ല, അവരിനി എന്ത് കരുതും എന്ന് തോന്നി എഴുന്നേൽക്കുന്നതാണ് ദീപ ചേച്ചിയുടെ അവിടെയൊക്കെ വന്നാൽ. പക്ഷേ എപ്പം ദീപ ചേച്ചിയുടെ അവിടെ വന്നാലും പറയും, ഉറങ്ങാൻ സമയം പറയും, ശ്രീകുട്ടി രാവിലെ പതുക്കെ എണീറ്റാൽ മതി കേട്ടോ, ഇവിടെ ഒരു അത്യാവശ്യമില്ല, നിങ്ങൾ പതുക്കെ എണീറ്റാൽ മതി, എഴുന്നേൽക്കുമ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി എന്നൊക്കെ പറയും. എങ്കിലും നമ്മുടെ മനസ്സിൽ എന്തോന്നാ പറയുമല്ലോ, ഉപബോധം എന്തോ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ നമ്മൾ രാവിലെ ആകുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേക്കാൻ. 6 മണി ഒരു സമയമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേദ സ്കൂളിൽ വിട്ട് 5:45 6 മണിയാകുമ്പോൾ രാവിലെ എഴുന്നേക്കും കേട്ടോ.
എങ്കിലും വീട്ടിലാകുമ്പോൾ കുറേ സമയം ഫോണൊക്കെ നോക്കി പതിയെ എണീറ്റ് അങ്ങനെ ഇരുന്ന് ഒക്കെ ചെയ്യാമല്ലോ. വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ നാളെ വേദയ്ക്ക് സ്കൂളും ഇല്ല, സാറ്റർഡേയും കൂടെ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ മേ ബി ഞാൻ നിന്നാനെ രാവിലെ എന്തായാലും എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. നാളെ സ്കൂളൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ചേച്ചി പോകുന്നുണ്ട്, വേദയ്ക്ക് വൈകിട്ട് ട്യൂഷനുണ്ട്, അപ്പോൾ ട്യൂഷനാക്കിയിട്ട് നമ്മൾ നേരെ അങ്ങ് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദീപ ചേച്ചി മീൻകറി വയ്ക്കുകയാണ്, കപ്പ വയ്ക്കുകയാണ്, എല്ലാം കൂടി നമ്മൾ വന്നതിൽ പാവം ഭയങ്കര ജോലി കേട്ടോ. 12-1 മണി വരെയും കിച്ചണിൽ അത് ചെയ്ത് ഇത് ചെയ്ത് എടുത്ത് വെച്ച് ഒരു കൂട്ടം ജോലി ഉണ്ടായിരുന്നു. വേദയ്ക്ക് ചിക്കൻ ഫ്രൈ ചെയ്യൽ, മീൻകറി വെപ്പ്, കപ്പ പുഴുങ്ങൽ, അങ്ങനെ ഒരുപാട് ജോലിയുണ്ട്, ചീര വയ്ക്കൽ, എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നി. നമ്മൾ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. സത്യം പറയാമല്ലോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, ഞാൻ വയ്യാതെയാണ് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ കയറി കിടക്കുന്നതും ശരിയല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാനിരുന്ന് ആ കുറച്ച് ഉള്ളിയൊക്കെ തൊലിച്ചു കൊടുത്ത് കപ്പയൊക്കെ പൊളിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ കുറച്ചൊന്നും വയ്യായികയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം. ഇതിപ്പോൾ വയ്യായിക ഉള്ളതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. ദീപ ചേച്ചിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് സത്യം ഭയങ്കര പാടെന്നല്ല, നമുക്ക് കണ്ടിട്ടൊരു പാവം തോന്നി. ഇതിപ്പോൾ എനിക്ക് ഈ വെക്കുന്ന ഒരു കറികളും വേണമെന്നേ ഇല്ല കേട്ടോ, കഴിക്കാനേ തോന്നുന്നില്ല. പക്ഷേ ഏട്ടനൊക്കെ ചേച്ചിയും അമ്മയൊക്കെ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ വന്നതല്ലേന്ന് എഴുതിയിട്ടാണ് ചേച്ചി ഇത്രയേറെ കറികളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. പാവൻ രാത്രി കൊണ്ടുപോകാനേ ഗോതമ്പ് പുട്ട് വരെ അവിച്ച് വെച്ചിരിക്കുക കേട്ടോ ദീപ ചേച്ചി. നമുക്ക് കൊണ്ടുപോകാനോ ഇപ്പോൾ വേണമെങ്കിൽ കഴിക്കാനോ എന്ത് കാപ്പി വേണമെങ്കിൽ കാപ്പി ദോശ ചുട്ട് തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒന്നും വേണമെന്നില്ല, ദോശയൊന്നും കഴിക്കണമെന്ന് തോന്നുന്നില്ല. കഞ്ഞി വെള്ളം ഞാൻ ധാരാളം കുടിച്ചു കേട്ടോ. അതുകൊണ്ട് ഒരു വയറൊക്കെ ഒന്ന് ഫുള്ളായിരിക്കുന്ന ഒരു ഫീലുണ്ട്. എനിക്കെന്തോ ആഹാരത്തിനോട് ഭയങ്കര വെറുപ്പ് കേട്ടോ. സത്യം ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് വരുന്ന എല്ലാ സിംറ്റംസും എനിക്കുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറയും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമോ? ഒന്നുമല്ല കേട്ടോ, എനിക്ക് പ്രഗ്നൻസി ഒന്നുമല്ല. പക്ഷേ എനിക്കെന്തോ വയ്യ. ഞാൻ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒക്കെ ദീപ ചേച്ചിയൊക്കെ എന്തോരം കറികളും കൂട്ടി ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ ചോറും കറികളും എനിക്കിഷ്ടമുള്ള കറികളൊക്കെ ഏത് വേണമെന്ന് ചോദിച്ചാൽ എന്തോരം കറികളൊക്കെ കൊടുത്ത് ഉണ്ടാക്കി വിടുമായിരുന്നറിയോ. ഞാൻ കോസ്മയിലായിരുന്നു വേദയുടെ ഡെലിവറി എല്ലാം. അപ്പോൾ ചേച്ചിക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. അപ്പോൾ എന്നും ഉച്ചയ്ക്ക് എന്ത് കറികളൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഞാൻ പറയണ കറികൾ കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യണുണ്ടപ്പോൾ എനിക്കും അങ്ങ് പാവം തോന്നി. എനിക്കങ്ങ് വല്ലാതെ നമ്മൾ ചെന്നിട്ടാണല്ലോ ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മാതിരി നമ്മൾ അനങ്ങാതെ അങ്ങനെ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് എല്ലാം ഒരു വല്ലാത്തൊരു ഇത്. മഴ നോക്കിയാൽ തോരുന്നതേ ഇല്ല കേട്ടോ, നല്ല മഴ. ഞാൻ പറഞ്ഞില്ലേ ഉച്ച വരെ നല്ല മഴയായിരുന്നു. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ കയറിയപ്പോഴൊരു 7 മണി വരെ മഴയൊക്കെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഒരു 7 മണി വരെ ഒന്നും മഴ ഇല്ല, ഒന്ന് പൊടിഞ്ഞൊക്കെ നിൽക്കുന്നതല്ലാണ്ട് മഴയായിട്ടില്ല കേട്ടോ. ഇപ്പോൾ അതേ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ ഇനി പൂജ വയ്പ്പ് പരിപാടികളെല്ലാം കഴിയുന്നത് വരെയും നല്ല കാര്യമായിട്ട് മഴകളുണ്ടാവും. അപ്പോൾ മഴ ഉള്ള ദിവസങ്ങളിൽ ദയവ് ചെയ്ത് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് അവധി തരുമ്പോൾ ഒന്ന് നേരത്തെ തരിക, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. നമ്മുടെ വീഡിയോ കാണില്ല എന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എങ്ങാനും ആരുടെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാലോ. പ്രകാശ് ചേട്ടൻ രാവിലെ ജോലിക്ക് പോയട്ടോ. ചേട്ടൻ ഇവിടെ മിലിറ്ററി ക്യാൻറ്റീനിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ ഉച്ചയൊക്കെ ആകുമ്പോൾ സാധാരണഗതിയിൽ ലേറ്റ് ആവാറുണ്ട്. ചിലപ്പോൾ ഇതിപ്പോൾ ഒരു നമ്മളൊക്കെ അത്യാവശ്യം വന്ന് നിൽക്കുകയാണെങ്കിൽ ചേട്ടൻ ഉച്ചയൊക്കെ ആകുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇന്നെന്തോ ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ചിലപ്പോൾ നേരത്തെ വന്നാലായി. ചേട്ടനെ നോക്കി നിന്നാൽ കാര്യമില്ല കേട്ടോ. ചേട്ടൻ ചിലപ്പോൾ 4 മണി 5 മണി പിന്നെ വരുമെന്ന് പറഞ്ഞാൽ വരും, ഇല്ല എങ്കിൽ ചേട്ടനെ നോക്കുക വേണ്ട. 5 മണി 6 മണിയൊക്കെ തന്നെയാണ് ചേട്ടൻ്റെ കണക്ക്. ഇന്നിപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ഉള്ളതുകൊണ്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ദീപ ചേച്ചി ഇതേ എനിക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാം കേട്ടോ. മാങ്ങ വെച്ച് ചമ്മന്തി, എനിക്കൊരു കറികളും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അതും കൂടി എനിക്ക് ചമ്മന്തി, മാങ്ങയും ഉടങ്കല്ലി മുളകും ഒക്കെ വെച്ചിട്ട് ചമ്മന്തി കേട്ടോ. അതും സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു പറ ചോറും ആ ചമ്മന്തിയും കൂടി കൂട്ടി കഴിക്കുന്നതാണ്. എനിക്കതൊന്നും വേണമെന്നില്ല. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി 2-3 ടാബ്ലറ്റ്സ് ഡോക്ടർ തന്നു കേട്ടോ. ഒന്ന് ഗ്യാസിൻ്റെത് ആഹാരത്തിന് മുന്നേ കഴിക്കാനുള്ളത്, പിന്നെ വേറെ എന്തോ ഒരു ടാബ്ലറ്റ് കൂടെ തന്നു കേട്ടോ. അപ്പം പിന്നെ തലവേദന ഉണ്ടെങ്കിൽ അതുകൂടെ കഴിക്കാനായിട്ട് തന്നു. അപ്പം തലവേദന ഇപ്പോൾ എനിക്കില്ല, ഒരു ക്ഷീണം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒന്നും കഴിക്കാണ്ടിരുന്ന് ടാബ്ലറ്റ് കഴിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. ഇതുപോലെ ഞാൻ ഒന്നും കഴിക്കാണ്ടിരുന്നിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചായിരുന്നു കേട്ടോ. ഒരു ദിവസം ഛർദ്ദിച്ച് എൻ്റെ പാളി. ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചു. അതിനുശേഷം ഗുളിക കഴിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടേ ഗുളിക കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വിശപ്പായിട്ടില്ല. അപ്പം ഞാൻ കരുതി പുട്ടവിച്ച് വെച്ചിരിക്കുകയല്ലേ, പുട്ടും സാമ്പാറും കൂടി കഴിക്കാമെന്ന് കരുതി. എനിക്കിനി ഗ്യാസിൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിയത്തില്ല.
എന്താണെന്ന് അറിയില്ല. എനിക്ക് പുട്ടും സാമ്പാറും കൂടെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലേശം ഒരു കുഞ്ഞു പുട്ട് അതിലിരുന്നു. ആ കുഞ്ഞു പുട്ടും സാമ്പാറും കൂട്ടി കഴിച്ചു. ഒരു മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി കഴിച്ചു. എനിക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ല, എന്തോ ഒരു ടേസ്റ്റും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നിനോടും ഒരു രുചിയും ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചൊന്ന് വയറിന് സ്പേസ് കിട്ടിയാൽ, ഇപ്പോൾ ഒരു ലൂസ് മോഷനോ ഛർദിലോ ഒക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ഇട്ടിട്ട് കഴിയുമ്പോഴേക്കും ഞാൻ ഓക്കെ ആവും. ഓക്കെ ആ സെക്കൻഡിൽ എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുകയും ചെയ്യും, ഞാൻ കഴിക്കാറുമുണ്ട്. പക്ഷേ ഇതെന്തോ എനിക്ക് കാര്യമായിട്ടുള്ള പണി കിട്ടി കേട്ടോ. ആ നല്ല അന്തസ്സായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അസൂയായിരുന്നു. അയ്യോ, ശ്രീകുട്ടി അവിടെ കയറി കഴിക്കുന്നു, ഇവിടെ കയറി കഴിക്കുന്നു, വീട്ടിൽ ആഹാരം വയ്ക്കുന്നില്ല, എന്തൊരു തീറ്റയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ. വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, പുറത്തുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ. എല്ലാവരും കൂടി കണ്ണാണ് കേട്ടോ, കണ്ണ് വെച്ച് ഞാൻ ദേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്ത ഒരാളായി മാറി. എന്തായാലും നന്ദിയുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ കുറച്ചൊന്ന് ഉണങ്ങണമെങ്കിൽ ഉണങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. എവിടെ ഉണങ്ങത്തൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ അങ്ങ് പോവും. നമ്മൾ പട്ടിണി കിടന്നല്ലാണ്ട് ഉണങ്ങത്തില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ അമ്മ ഉണങ്ങാനൊക്കെ എന്തെല്ലാം പരിശ്രമങ്ങൾ ശ്രമിക്കുമെന്നാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ നടക്കത്തില്ല. അമ്മയെ കൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനും പറ്റത്തില്ല കേട്ടോ. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ വാളമീൻ സ്ക്രബ്ബർ വെച്ച് ക്ലീൻ ചെയ്യുന്നത് കണ്ടോ, പെട്ടെന്ന് ക്ലീനായി വരും കേട്ടോ. മീൻകാരി ചേച്ചിയും അതിന് സ്ക്രബ്ബർ വെച്ചാണ് ക്ലീൻ ചെയ്ത് തന്നതെന്ന് ഏട്ടൻ പറഞ്ഞു. ഏട്ടൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ മീൻ നമ്മളിപ്പോൾ വാളമീൻ വാങ്ങിയാൽ സ്ക്രബ്ബർ വേറൊരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടാവും വാളമീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പാത്രം കഴുകാനൊന്നും എടുക്കത്തില്ല. ഇനി ചിലർ പറയാം, പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ച് മീൻ വൃത്തിയാക്കി എന്നിങ്ങനെ പറയും. അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. അപ്പോൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഇട്ട് ഒരിക്കലും മീൻ വൃത്തിയാക്കത്തില്ല, അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഡൽഹിയിലൊക്കെ നല്ല അന്തസ്സായ വെയിലെന്ന് കേട്ടോ, മഴയും ഇല്ല ഒന്നുമില്ല. ഞാൻ കരുതി ഈ മഴ കണ്ടിട്ട് അവരുടെ പോക്ക് തന്നെ ക്യാൻസലാവുമെന്ന് കരുതി കേട്ടോ. അത്രയ്ക്ക് രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. മറ്റുള്ള ജില്ലകളിലും ഇതുപോലെയാണോ മഴയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സത്യം പറയാമല്ലോ, മറ്റുള്ള ജില്ലകളിൽ ഈ കഴിഞ്ഞ ഈ മഴയുടെ സീസൺ ഉണ്ടല്ലോ, ജൂൺ ജൂലൈ ആ മാസങ്ങളിലൊക്കെ മറ്റുള്ള ജില്ലകളിൽ അതിഗംഭീരമായിട്ട് മഴ പെയ്തപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് മഴയെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനും വേണ്ടി ഇന്ന് 2 ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ മഴയത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങണം. എന്താ സുഖമെന്നറിയോ, എന്താ രസമെന്നറിയോ. ഞാൻ പറഞ്ഞില്ലേ 29th വേദയ്ക്ക് അവിടെ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഈ മഴയൊക്കെ ആണെങ്കിൽ എങ്ങനെയല്ലേ പരിപാടികളൊക്കെ ചെയ്യുന്നതും കളിക്കുന്നതും എടുക്കുന്നതും. 13th അതായത് 30-ാം തീയതി പൊതു അവധിയായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ സ്കൂള് അവധിയായിരിക്കുമെങ്കിൽ 29 വേദയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. 30, 1, 2 ഒക്കെ അവധിയാണ് കേട്ടോ. മൊത്തത്തിലൊരു അവധി കിട്ടും. പിന്നെ നമ്മുടെ ഐഫോണ് ഇന്നലെ തരാം മെനിങ്ങാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഐഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ 17 പ്രോയിലേക്ക് നമ്മൾ ചേക്കേറുന്നതായിരിക്കും മിക്കവാറും. ഇന്ന് ഈ വീഡിയോ ഇടുന്നതെന്നല്ലേ, ഇന്നിപ്പോൾ നമ്മൾ പോയി വാങ്ങാൻ ചാൻസ് ഉണ്ട്. അത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വന്നു എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ആദ്യം ഒരു ഗോൾഡും ഓറഞ്ചും ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ കരുതി ഓറഞ്ചല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ്, ഓറഞ്ച് മതിയെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും എൻ്റെ മനസ്സ് മാറിയിട്ട് ഞാൻ പറഞ്ഞു ഗോൾഡും ഓറഞ്ചും മതിയെന്ന്. ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടും ഓറഞ്ചാണെന്ന് തോന്നുന്നു. ഓറഞ്ചെങ്കിൽ ഓറഞ്ച്. എല്ലാവരും ഐഫോൺ പ്രോ ഒക്കെ 17 എടുത്തിട്ട് ഇപ്പോൾ 18 ഇറങ്ങാണ്ട ലോഞ്ച് ചെയ്യേണ്ട സമയമായി. ഇതുവരെ നമുക്ക് ഫോൺ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇന്നലെ കുറച്ച് ദേഷ്യപ്പെട്ടു കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മിക്കവാറും പോയി നാളെ എടുക്കും കേട്ടോ. അതായത് ഇന്ന് പോയി എടുക്കും. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ ഫോണൊക്കെ വാങ്ങിച്ചിട്ടല്ലേ. എനിക്ക് പിന്നെ പർപ്പസ് ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളുണ്ട്. പ്രോ എടുക്കുക, അതിൻ്റെ വില തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു ചാർജറിൻ്റെ റേറ്റ് 6000 കേട്ടോ. അതിൻ്റെ ആ ഒരു കണക്ടർ ചാർജ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ചാർജർ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുതിയത് തന്നെ വാങ്ങണം. അതിന് 6000. എക്സ്ട്രാ വാറൻറ്റിക്ക് വീണ്ടും 50 എത്രയോ പറഞ്ഞു കേട്ടോ, വലിയൊരു എമൗണ്ട് എക്സ്ട്രാ വാറൻറ്റി വേണമെങ്കിൽ എടുക്കണം. എന്തുമാത്രം കാശാണ് ഈ ഒരു ഐഫോൺ വാങ്ങാൻ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പർപ്പസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, എനിക്കത് ഓക്കെയാണ്. പിന്നെ സത്യമായിട്ടൊരു ഷോ തന്നെ കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു ആപ്പിളിൻ്റെ ഫോണൊക്കെ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ കൊള്ളാമല്ലോ എന്നുള്ളൊരിത്. ഇപ്പോൾ പിന്നെ ആരുടെ കയ്യിലാണ് ഫോൺ ഇല്ലാത്തതല്ലേ, അത് വേറെ കാര്യം. ദീപ ചേച്ചി കപ്പയെല്ലാം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയത് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രകാശേട്ടന് കുറച്ച് ഇളക്കിയെടുക്കാമെന്ന് കരുതി. ഞാനും ഇളക്കിയെടുക്കുന്നതിൻ്റെ ആളാണ്, പക്ഷേ എനിക്ക് വേണ്ട.
ഗ്യാസ് കയറിയതാണോ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അത് കഴിച്ച് കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് ഗ്യാസ് കൂടെ കൂടുതൽ കയറ്റണ്ടെന്ന് കരുതി എനിക്ക് വേണമെന്നും തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് അനിയനും ചേട്ടത്തിക്കും കൂടി കപ്പ പുഴുങ്ങിയതിനെടുത്ത് മാറ്റി വെച്ചിട്ട് ചേട്ടനുള്ളത് ഇളക്കാനായിട്ട് എടുക്കുക കേട്ടോ. അത് ചീര മെഴുക്ക് പുരട്ടിക്കുക. അതും ഏട്ടനും ചേച്ചിക്കും വേണ്ടിയിട്ടാട്ടോ. പ്രകാശ് ചേട്ടൻ മെഴുക്ക് പുരട്ടി കഴിക്കത്തില്ല. ചേട്ടൻ തോരൻ്റെ ആളാണ്, ഞാനും തോരൻ്റെ ആളാണ്. നമ്മളും കപ്പ ഇളക്കിയത് കഴിക്കാനാണ് കൂടുതലിഷ്ടം. ചേട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളും നമ്മുടെ രീതിയും ചേട്ടൻ്റെ രീതിയൊക്കെ ഒരുപോലെയാണ്. ഏട്ടനും ചേച്ചിയൊക്കെ ഭയങ്കര വേറെ വ്യത്യസ്തമായ രീതികളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പോയി നിൽക്കുന്ന ദിവസം ചേച്ചിക്കും ഏട്ടനും ഇഷ്ടമുള്ള കറികൾ രണ്ടുപേരും കൂടി വെച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ ഉള്ളത് കൊണ്ട് ചീര മെഴുക്കുവരട്ടി വെക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. കപ്പ പുഴുങ്ങിയത് അവർക്ക് രണ്ടുപേർക്കും മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് 65 എന്തോ അതിൻ്റെ മറ്റേ മാരിനേറ്റ് ചെയ്ത സുഗുണ ചിക്കൻ ഇല്ലേ, അതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഉച്ചയ്ക്ക് അതാട്ടോ. വേദ ഇന്ന് മുതൽ വീണ്ടും ചിക്കൻ കഴിക്കാൻ പോവുകയാണ്. കഞ്ഞിവെള്ളമൊക്കെ എനിക്ക് കുടിക്കാനായിട്ട് 2-3 സ്റ്റെപ്പാണ്. എനിക്ക് സത്യം പറയാൻ കഞ്ഞിവെള്ളം കുടിച്ച് എനിക്കിപ്പം കഞ്ഞിവെള്ളത്തിനോട് ഒരു തരം വെറുപ്പായി പോയി കേട്ടോ. അത്രയ്ക്കും വേണ്ടി രാവിലെ തന്നെ ഞാനൊരു പാത്രം നിറച്ച് കുടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് വീണ്ടും 2 പാത്രം വെള്ളം ഞാൻ കുടിച്ചു. ഇനി എനിക്ക് കുടിക്കാനേ തോന്നുന്നില്ല. എങ്കിലും കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസവും ആ ഒരു ക്ഷീണത്തിനൊക്കെ ഒരു പരിഹാരം കിട്ടുന്നുണ്ട് കേട്ടോ. കപ്പയെന്ന് പറഞ്ഞാൽ സൂപ്പർ കപ്പ കേട്ടോ. പക്ഷേ എനിക്ക് കഴിക്കാൻ വേണ്ട. ഇത് കൊത്തിയിട്ടതാട്ടോ, പുഴുങ്ങാൻ വേണ്ടിയിട്ട് കൊത്തിയിട്ടതാണ്. എന്നിട്ട് ആ കപ്പ വെന്ത പായസം പോലെ കേട്ടോ. കഴിഞ്ഞ ദിവസം വേദയുടെ ബർത്ത്ഡേക്കും നമ്മുടെ വീട്ടിൽ വാങ്ങിയ കപ്പ ഇതുപോലെയായിരുന്നു, കൊത്തിയിട്ടതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇളക്കിയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെന്തിളകി വന്നു കേട്ടോ. വേദ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് ആരുടേതാണെന്നറിയോ? ഏട്ടൻ്റെ ഷർട്ട് കേട്ടോ. ഇപ്പോൾ ഏട്ടൻ്റെ ഷർട്ട്, ഏട്ടൻ്റെ ഷോർട്സ് അതൊക്കെയാണ് വേദ ഇപ്പോൾ ഇടുന്നത് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാന്ന് പറഞ്ഞിട്ടാണ് അത് ഇടുന്നത്. പക്ഷേ വേദക്ക് അതൊക്കെ ഇടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഇന്ന് ഏട്ടൻ്റെ ഷർട്ട് ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടും ഏട്ടൻ്റെ കേട്ടോ. അങ്ങനെ ഏട്ടൻ പറയാണ്, ഇപ്പോൾ എനിക്കിടാൻ തുണിയില്ല, അമ്മയും മോളും കൂടി എടുത്തിട്ടിട്ട് എനിക്കിപ്പോൾ ഡ്രസ്സില്ലല്ലോ എന്നാണ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ അതേ മാങ്ങ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേണമെന്നില്ല. പിന്നെ ചേച്ചി ആ ശ്രീകുട്ടിക്ക് വേറെ കറിയൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ കഞ്ഞിയായിട്ട് കുടിക്കാം, കഞ്ഞിയും ചമ്മന്തിയും കൂടെ കുടിക്കാം, കുറച്ച് പയറിടട്ടെ, കഞ്ഞിയും പയറുമായിട്ട് ഇടാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞിയും വേണ്ട പയറും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇതിലുള്ളതിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചേച്ചി സാമ്പാർ വെച്ചത് എന്തോ ഒരു സ്പെഷ്യൽ കൂട്ട് വറുത്തരച്ച് വെച്ച സാമ്പാർ പൗഡർ വെച്ചിട്ടാണ് സാമ്പാർ വെച്ചതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ഒരു ചിക്കൻ കൂട്ടും, ചിക്കൻ മസാലയും ബീഫ് മസാലയും ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ബീഫ് മസാലയുടെ മിക്സ് വേണമെങ്കിൽ ശ്രീകുട്ടി കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എടുത്തു കേട്ടോ. ഇവിടെ ബീഫ് വാങ്ങത്തില്ല. ചേട്ടൻ ബീഫ് എന്ന് പറഞ്ഞാൽ ചാകും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ദീപ ചേച്ചിക്ക് ബീഫ് അലർജി ആയതുകൊണ്ട് ഇവിടെ വാങ്ങത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ എവിടെയോ കള്ളിക്കാട് വീട്ടിലൊക്കെ പോകുമ്പോഴേ ബീഫ് വാങ്ങി അങ്ങ് വയ്ക്കലില്ല. മിക്കവാറും ചേട്ടൻ കടയിൽ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ. ബീഫ് അല്ലാതെ വാങ്ങി വെക്കൽ നമ്മുടെ അവിടെയൊക്കെ വരുമ്പോഴേ അങ്ങനെ വയ്ക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അവിടെ എല്ലാ ആഴ്ചയിലും ബീഫ് വാങ്ങിപ്പുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ബീഫ് അതിൻ്റെ കൂട്ടൊന്ന് കൊണ്ടുപോയി നോക്കാൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് കരുതി ഞാനതിനെ എടുക്കുകയാണ് കേട്ടോ. ഇത് ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടിടുകയാണ്. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടി ചതച്ചിട്ടിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ചീര കൂടി ഇതിൽ തട്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കത്തില്ല, അങ്ങ് വേവിച്ചെടുക്കും. അപ്പോൾ ചീര മെഴുക്കുവരട്ടി റെഡി ആട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷമാണ് ഈ ചീര മെഴുക്കുവരട്ടി കഴിക്കുന്നത്. ഞാൻ നമ്മുടെ വീട്ടിലൊന്നും ചീര മെഴുക്കുവരട്ടി കഴിച്ചിട്ടുമില്ല, വച്ചിട്ടുമില്ല. പക്ഷേ ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് വയ്ക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ സാധനം കാണുമ്പോൾ വല്ലാതെ വരും കേട്ടോ. എനിക്കിഷ്ടമല്ല ഈ ചീര മെഴുക്കുവരട്ടിയെന്ന്. തോരനാണെങ്കിലും ഞാൻ കഴിക്കാം. എനിക്ക് മെഴുക്കുവരട്ടി കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. ഈ ചീരയുടെ പേര് മയിൽപ്പീലി ചീര അത്ര. പക്ഷേ ഈ ചീര വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കി കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. നല്ല ഈ കുമ്പിളൊക്കെ വയ്ക്കില്ലേ, കൂണ് മഷ്റൂമൊക്കെ വയ്ക്കുന്ന ആ ഒരു നല്ല നാടൻ മഷ്റൂമൊക്കെ വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചീര നല്ല കിടിലൻ ചീരയായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ ടേസ്റ്റ് നോക്കിയപ്പോൾ കൊള്ളാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത്രയും ചീര ഇട്ടിട്ട് ഒന്ന് ആവി കയറിയപ്പോഴേക്കും വാടി കുഴഞ്ഞിട്ട് ഒരാൾക്ക് കോരാൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് വാടി കുറഞ്ഞായിരുന്നു. വീട്ടിൽ നിന്ന് അധികം വളമൊന്നും ഇടാതെയൊക്കെ വളർന്നത് കൊണ്ടാവാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചീര. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ ചീരത്തണ്ട് കൊണ്ട് സാമ്പാർ വയ്ക്കും, ചീരത്തണ്ട് കൊണ്ട് അവിയൽ വയ്ക്കും, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടെന്നുള്ളത് കേട്ടോ. നമ്മുടെ അവിടെ ചീര എടുക്കും, ചെറുതായിട്ട് അരിയും, അതിനെ തോരൻ വയ്ക്കും. അല്ലാതെ വേറെ ചീര കൊണ്ട് വേറെ ഒന്നും വെച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പല ഫാഷനിലുള്ള പല സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ചീരയും ചക്കക്കുരും കൂടി ഇട്ട് തോരൻ, അതൊക്കെ ഇവിടെ വന്ന ശേഷമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതൊക്കെ കൊള്ളാം. എനിക്ക് തോരൻ ഇഷ്ടമാണ്. പ്രകാശേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഈ മെഴുക്കുവരട്ടി പ്രകാശേട്ടനും കഴിക്കത്തില്ല കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണിത്. ഞാൻ കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ പോയി കിടന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ ഒട്ടും ഇരിക്കാൻ വയ്യ കേട്ടോ. എന്തോ ഒരു ഭയങ്കര ക്ഷീണം.
ആ ക്ഷീണം അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറുന്നില്ല. ഇത്രയും കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് കുടിച്ചിട്ടും മാറുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വീണ്ടും വിഷമമായി കേട്ടോ. ഞാനെന്തായാലും കുറച്ച് സമയം പോയി കിടന്നു. ഏകദേശം ദീപ ചേച്ചിയുടെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് തന്നെ കേട്ടോ ഞാൻ പോയി കിടന്നത്. അപ്പോൾ അതേ ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയും ചമ്മന്തിയും നല്ല ഉടങ്കല്ലി മുളകുമൊക്കെ വെച്ച് അരച്ചിട്ടുള്ള ചമ്മന്തി കേട്ടോ. അപ്പോൾ പിന്നെയാണ് ഞാൻ കരുതി പുട്ട് കഴിക്കാൻ. ഞാൻ എന്താ ഈ കുഞ്ഞ് പുട്ടാണ് എടുത്തത്. അതിൽ ലേശ സാമ്പാറും ഒഴിച്ച് ഒരു മീൻ വറുത്തതും എടുത്താണ് കഴിച്ചത്. ഇപ്പോൾ ഗ്യാസാണോ എന്നറിയില്ല. ഇനി സാമ്പാറൊന്നും കൊള്ളത്തില്ല, പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നതല്ലേ. പക്ഷേ പുട്ടും സാമ്പാറും എനിക്കിഷ്ടമാണ്. പുട്ടിൻ്റെ കൂടെ എന്തെങ്കിലും നനച്ച് കഴിക്കാനായിട്ട് വേണ്ടേ. മീൻകറിയൊക്കെ ആയിട്ടോ എനിക്ക്. പക്ഷേ മീൻകറി കഴിക്കണമെന്നില്ല, ഒട്ടും കഴിക്കണമെന്നില്ല. മീൻകറി വാളമീനും ഗ്യാസാണ്, കപ്പ ഗ്യാസാണ്. അതുകൊണ്ട് അതൊന്നും ഗ്യാസ് ഒന്നാമത്തെ കാര്യം എനിക്ക് വേണ്ട. പിന്നെ ഗ്യാസിൻ്റെ ഇതുകൂടെ ഉള്ളത് കൊണ്ടാണ് കഴിക്കാത്തത്. പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് കരുതിയാണ് കുറച്ച് പുട്ടും സാമ്പാറും എടുത്ത് മീൻ വറുത്തതും എടുത്തത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു രുചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി കഴിക്കാതിരിക്കുന്ന സമയം ലേശം ചോറും ആ ചമ്മന്തിയും വെച്ച് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ കൊള്ളാം, അത്രയേ ഉള്ളൂ. രാവിലെ ഏട്ടനും വേദയും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉറട്ടിയും പരിപ്പ് കറിയും ഉണ്ടാക്കിയില്ലേ, അത് കഴിച്ചിട്ടാണ് വന്നത്. അതിൽ പിന്നെ ബാക്കി 3 ഉറട്ടി ഉണ്ടായിരുന്നു. ആ ഉറട്ടിയും കുറച്ച് പരിപ്പ് കറി ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ചേച്ചി ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി. പിന്നെ അതേ തോരൻ കുറച്ച് എനിക്ക് കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ തോരനും എടുത്തു കേട്ടോ. അതിനും ഒരു രുചിയില്ല. സത്യമായിട്ടും രുചിയുണ്ട്, എനിക്കൊന്നും രുചിയൊന്നും തോന്നുന്നില്ല. എന്തോ സാധനം കഴിക്കുന്ന ഒരു ഫീൽ കേട്ടോ. സത്യം പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലില്ല, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ളത്. പക്ഷേ പനിയായിട്ടില്ല, അത്രയേ ഉള്ളൂ. ഈ തോരനെല്ലാം ചേച്ചി അവനിൽ വെച്ചുണ്ടാക്കിയതാ കേട്ടോ. പയറോ എന്തൊക്കെയോ കൂടിയിട്ട് തോരൻ മിക്സ് ചെയ്ത് അരപ്പോ എല്ലാം കൂടി വെച്ചിട്ട് അവനിൽ വെച്ച് മൈക്രോവേവ് ചെയ്തെടുത്ത് വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുമ്പോൾ തോരൻ റെഡി. ഭയങ്കര ഈസിയാണ് കേട്ടോ. എന്ന് പറഞ്ഞ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇനി എങ്ങനെയൊക്കെ വെച്ചു കൊടുത്താലും പ്രകാശ് ചേട്ടന് നല്ല നാടൻ രീതിയിലൊക്കെ വെക്കുന്നതാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇപ്പം ബീഫൊക്കെ വയ്ക്കുകയാണെങ്കിൽ അടുപ്പത്തിട്ട് വേവിച്ച് വെക്കണം. ചോറ് വയ്ക്കുകയാണെങ്കിൽ അടുപ്പത്തിട്ട് വേവിച്ച് വെക്കണം. ഈ കറികളെല്ലാം അടുപ്പത്തിട്ട് അതിൻ്റേതായ രീതിക്ക് വയ്ക്കുകയാണെങ്കിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ കുക്കർ കാര്യങ്ങൾ, ഗ്യാസ് അടുപ്പ്, ഇതൊന്നും ചേട്ടന് ഇഷ്ടമല്ല. ഒരു പഴയ രീതിയിൽ അങ്ങനെ ചെയ്യുന്നതാണ് ചേട്ടന് ഇഷ്ടം. പക്ഷെ അങ്ങനെയൊക്കെ വയ്ക്കുന്നതിനും ഉണ്ട് കേട്ടോ രുചി വ്യത്യാസം. കള്ളിക്കാട് വീട്ടിൽ പോകുമ്പോൾ അവിടെ ഓരോ കറികൾക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തീ അടുപ്പിൽ കിടന്ന് വെന്ത് വരുന്നതിൻ്റെ ഒരു രുചി അതൊന്ന് വേറെ തന്നെ കേട്ടോ. ഈ പൂച്ച ചേച്ചിയും ചേട്ടനുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ്. പക്ഷെ നമ്മളെ പുറത്തുനിന്ന് ഒരാളെ കണ്ടാൽ അതിന് ഭയങ്കര പേടിയാണ്, അത് ഓടി ഒളിച്ച് കളയും കേട്ടോ. ഇവിടെ ദീപ ചേച്ചി അതിന് ഭയങ്കര പെറ്റാണ് കേട്ടോ. ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ടാണ് എന്നെ നോക്കുന്നത്. അത് പച്ച മീനേ കഴിക്കത്തുള്ളൂ, കറി വെച്ച മീനൊന്നും കഴിക്കില്ല. അതിന് വേണ്ടിയിട്ട് പച്ച മീൻ വാങ്ങി അതിനിട്ട് കൊടുക്കും കേട്ടോ. വേറെ ഒന്നും അത് കഴിക്കത്തില്ല. ഒരു നേരം എന്തെങ്കിലും കുറച്ച് പച്ച മീൻ വാങ്ങിച്ചു കൊടുക്കും, അത് കഴിക്കും. അത്രയും ഭയങ്കര സ്നേഹത്തോടെയാണ് നോക്കുന്നത്. അപ്പോൾ വേദയ്ക്ക് ഇത് ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ചെയ്ത് കൊടുത്തു. ചപ്പാത്തിയും തേച്ച് ചുടുകയാണ്. വേദയ്ക്ക് ഈ വക ചപ്പച്ചവറ സാധനങ്ങൾ മതിയല്ലോ. അവളുടെ ചിക്കനും ചപ്പാത്തിയും കൊണ്ട് ഓടുന്ന ഓട്ടം നോക്കിയേ. ഇനി കുറേ ദിവസത്തേക്ക് വേദയ്ക്ക് ചിക്കനൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് തന്നെയാണ് ഒരിത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കറങ്ങി തിരിഞ്ഞ് എവിടെ നിന്നെങ്കിലും ഈ കൊച്ചിന് കിട്ടും കേട്ടോ. നമ്മൾ കൊടുക്കണ്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കൽ കുറവാണ്. ചിലപ്പോൾ ഇങ്ങനെ നെട്ടയത്ത് പോവും, അവിടെ പോകുമ്പോൾ അവിടെ ചിക്കൻ, കൊച്ചിന് അയ്യോ ഒന്നുമില്ല ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ വാങ്ങും. അല്ലെങ്കിൽ കള്ളിക്കാട് പോവും, ഉടനെ ചെന്ന് അപ്പം വാങ്ങിച്ചിട്ട് ഒരു ചിക്കൻ വരും. അല്ലെങ്കിൽ ഇതേ ദീപ ചേച്ചിയുടെ ഇവിടെ വരും, അവൾക്ക് കോളാണ്. ഇവിടെ ഇനി എത്ര ഇല്ലെങ്കിലും അവൾ വന്നു എന്നറിഞ്ഞാൽ അപ്പോൾ പ്രകാശനെ കൊണ്ട് ചേച്ചി വാങ്ങിപ്പിക്കും കേട്ടോ. പിന്നെ അല്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ വന്ന് അപ്പോഴും അവിടെ ചിക്കൻ വാങ്ങിക്കും. ചിക്കൻ ഉണ്ടാവും, അത് വേദയ്ക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് വേദയുടെ ഒരു വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. ഈ പൂച്ചയുടെ പേര് മല്ലനും മാദേവനും തള്ളയും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തള്ളപ്പൂച്ച മരിച്ചു പോയി. പിന്നെ ഒരു പൂച്ചയും കൂടെ മരിച്ചു കേട്ടോ. അത് മല്ലു ആണോ മാദേവനാണോ എന്ന് എനിക്കറിയില്ല. ഇതിനെന്തോ വിളിക്കുന്നത് കേട്ടോ. അത് ഫുട്ബോളൊക്കെ കളിക്കുന്നത് നോക്കിയാൽ വേദയാണ് വീഡിയോ എടുക്കുന്നത്. ഇത് മല്ലനാണ്, മല്ലു എന്നും കണ്ടാണ് ചേച്ചി വിളിക്കുന്നത് കേട്ടോ. മല്ലനും മാധവൻ എന്നാണ് പേരിട്ടിരുന്നത്. മല്ലുവും മാധുവും അതിനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ചില പേര് കേട്ടോ. ഇതിൻ്റെ പേരെന്തോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വേറെ ശല്യമോ ഒന്നുമില്ല കേട്ടോ. പൂജ നമ്മൾ ആൾക്കാരെയൊക്കെ കണ്ടതിന് ഭയങ്കര പേടിയായിട്ട് അത് ദൂരോട്ട് മാറി ഒളിച്ച് നിൽക്കും കേട്ടോ. ഫുട്ബോൾ കളിക്കുകയാണ് പൂജ. അങ്ങനെ വേദ അതെല്ലാം ഒപ്പിയെടുക്കുക കേട്ടോ. ഭയങ്കര ദീപചേച്ചിയുടെ ഭയങ്കര കളിയും കാര്യവും അടികൂടലും രണ്ടിനും കാര്യം പറച്ചിലും ഭയങ്കര ബഹളമാണ് കേട്ടോ. പക്ഷെ പാവം ഇതിൻ്റെ തള്ളയും ചത്തുപോയി, അതിൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന ഒരു പൂച്ചയും ചത്തുപോയി കേട്ടോ. മറ്റുള്ള വലിയ പൂച്ചകൾ വന്ന് രാത്രിയൊക്കെ ഇതിനെ കടിക്കുമെന്ന്. അപ്പോൾ അതിന് ഭയങ്കര പേടിയും, അങ്ങനെ കടിച്ചാണ് ഒരെണ്ണം ചത്തുപോയത്. പാവം അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെന്നൊന്ന് കിടന്ന് കേട്ടോ. ഉറക്കം ഞാൻ ഉറങ്ങിയില്ല, കാരണം എനിക്ക് ഇങ്ങനെ ഉറങ്ങിയെന്ന് വെച്ചാൽ
ചെറുതായിട്ട് ഉറങ്ങുന്നുമുണ്ട്, പക്ഷേ പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുമുണ്ട് കേട്ടോ. ഇവർ പുറത്തിരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും പ്രകാശേട്ടൻ വന്നു. വേദയാണെങ്കിൽ ബുക്കൊക്കെ വാരിക്കെട്ടിയാണ് വന്നത്, പക്ഷേ ഒരു അക്ഷരം പഠിക്കുന്നില്ല. കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ കൂടെ നടന്ന് അവിടെ കൂടെ നടന്ന് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. പഠിക്കാനൊന്നും വയ്യ. മൺഡേ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് ട്യൂഷൻ ബുക്കെല്ലാം എടുത്തിട്ടാണ് വന്നത്, കാരണം ഇവിടെ നേരെ ട്യൂഷന് പോകണം. അങ്ങനെ ഇവരൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും പ്രകാശേട്ടൻ ദേ വന്നു. 1 മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ എത്തിയ കേട്ടോ. ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ചേട്ടൻ വേദയ്ക്ക് അന്ന് ഫുഡ് പോയ്സൺ അടിച്ചതുകൊണ്ട് ചേട്ടൻ വേറെ ഒന്നും വാങ്ങിച്ചുകൊണ്ടൊന്നും വന്നില്ല കേട്ടോ. എന്തോന്ന് വേണമെന്ന് ചോദിച്ചു. വേദ കിൻഡർ ജോയ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കവർ നിറച്ച് വേദയ്ക്ക് കിൻഡർ ജോയും വാങ്ങിച്ചുകൊണ്ട് വരിക കേട്ടോ. വേദ ഡബിൾ ഹാപ്പി. വേറെ എന്ത് വേണം വേദയ്ക്ക്? ഇത് തന്നെ ധാരാളം. അല്ലെങ്കിൽ ചേട്ടൻ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മീറ്റ് റോള്, ഹീറ്റ് റോള്, പഫ്സ്, ഗിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനം ഉണ്ടാവും കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാനും പറ്റത്തില്ല. അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ കഴിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറേ സാധനം വാങ്ങിച്ചിട്ട് വരും. പക്ഷെ ഇതൊന്നും വാങ്ങിച്ചില്ല. ഭാഗ്യം രക്ഷപ്പെട്ടു. മൈസൂർ പാക്കും വാങ്ങിച്ചു, പിന്നെ കിൻഡർ ജോയും വാങ്ങിച്ചു കേട്ടോ. വേദ ഡബിൾ ഹാപ്പി. വേദയ്ക്ക് കിൻഡർ ജോയ് കണ്ടപ്പോഴും ഇഷ്ടമായി. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കിൻഡർ ജോയ്. ആ ഇഷ്ടം ഇപ്പോഴാട്ടോ കുറച്ച് കൂടുതലായി തുടങ്ങിയത്. അത്രയും ഇഷ്ടം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഇപ്പോൾ ആരോട് വിളിച്ചാലും കിൻഡർ ജോയ്ക്കാണ് പറയുന്നത് കേട്ടോ. അല്ല, ടോയ് ഒന്നും അവൾക്ക് ആവശ്യമില്ല, ചോക്ലേറ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഭയങ്കര നഷ്ടമാട്ടോ. അത് ടോയുടെ ഉള്ളതുകൊണ്ടാവാം 50 രൂപ എന്തോ ആണ് കിൻഡർ ജോയുടെ വിലയെന്ന് പറയുന്നത്. ആ ചോക്ലേറ്റിലാണെങ്കിൽ ഒന്നുമില്ല. ഞാനിവിടെ സുഖം ഉറക്കമായിരുന്നു. ഉറക്കമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അറിയുന്നുണ്ട് പുറത്ത് നടക്കുന്നത്. എന്നാൽ ഞാൻ ഉറക്കമായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നതും ചാടി എഴുന്നേറ്റു. അങ്ങനെ ചേട്ടൻ ചോദിക്കുന്നത് എന്തുവാ, എങ്ങനെയാ, ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആയി, പക്ഷേ ഓക്കെ ആയില്ലേന്ന് ചോദിച്ചാൽ ഓക്കെ ആയില്ല കേട്ടോ. അപ്പോൾ മൈസൂർ പാക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കൊരെണ്ണം കഴിക്കാനൊക്കെ തോന്നി. അങ്ങനെ ഞാൻ പൊട്ടിച്ച് ലേശം കഴിച്ചു. കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ വലിയ രുചിയൊന്നും തോന്നുന്നില്ല. സംഭവത്തിന് രുചിയുണ്ട്, പക്ഷേ എനിക്കെന്താ വായിക്ക് രുചിയൊന്നും തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും കഠിനമായ പനി എനിക്ക് വരാനിരിക്കുന്നുണ്ടോ എന്നും അറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും പനിയുടെ ലക്ഷണമാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം വായിക്കൊന്നും രുചിയില്ല എങ്കിലും ബോഡി പെയിനും മറ്റു വയ്യായികയും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പനിയുടെ ലക്ഷണമാവാം അല്ലേ. പക്ഷേ ടെമ്പറേച്ചർ ഇല്ലല്ലോ, തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. തണുപ്പുണ്ട്, സാധാരണ മഴ പെയ്തതിൻ്റെ തണുപ്പല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദീപ ചേച്ചിക്ക് പ്രകാശേട്ടൻ വാങ്ങിക്കൊടുത്ത ഹെൽമെറ്റ് കണ്ട് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈക്കിൾ യജ്ഞത്തിനൊക്കെ പോകുന്നവർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റാണ് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തത്. അത് ദീപ ചേച്ചി പറഞ്ഞു ഒന്ന് ലൈറ്റ് വെയിറ്റ് വേണം, ഒട്ടും വെയിറ്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഒട്ടും വെയിറ്റില്ല, ഹെൽമെറ്റ് നീ വെച്ചോ എന്ന് പറഞ്ഞ് ചേട്ടൻ വാങ്ങിച്ചു കൊടുത്ത ഹെൽമെറ്റാട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേച്ചി ചിരിയോട് ചിരി. എന്നെ KCBയിൽ ഇപ്പോൾ എടുക്കും, മഞ്ഞ പെയിൻറ്റ് കൂടെ അടിച്ചാൽ KCBയിൽ ഇപ്പോൾ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ചേച്ചിക്ക് അത് എത്തുന്ന പോലുമില്ല ആ ഒരു ഹെൽമെറ്റ്. അങ്ങനെ അത് റിട്ടേൺ ചെയ്തിട്ട് വേറെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാട്ടോ. അത് ചേട്ടൻ പറഞ്ഞു ഇനി മേലിൽ നീ ലൈറ്റ് വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് വേണമെന്ന് പറയരുത്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ച് തന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും അടുത്ത് ചോറ് കഴിക്കാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തോരൻ, മെഴുക്കുവരട്ടി, കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ കപ്പ ഇളക്കിയത്, മീൻകറി, പിന്നെ മീൻ വറുത്തത്, ചമ്മന്തി ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതൊന്നും വേണമെന്നില്ല. സാമ്പാറൊക്കെ ഉണ്ട്. ഞാൻ ചോറും ലേശം ചമ്മന്തിയും മാത്രം. എൻ്റെ ഇടയിൽ ചേച്ചി എന്തൊക്കെയോ കോരി വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട ചേച്ചി, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തോളാം. ശകലം ചോറും ചമ്മന്തിയും മാത്രം എടുത്ത് കഴിച്ചു കേട്ടോ. ഒരു രുചി ഉണ്ടായിരുന്നില്ല, എനിക്ക് ബാക്കി ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആ ചമ്മന്തി കംപ്ലീറ്റ് ഞാൻ കഴിച്ചിട്ട് എഴുന്നേക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുട്ടൊക്കെ കഴിച്ച് വയറ് നിറങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇനി ഞാൻ ഇരുന്നില്ല എന്നുള്ളൊരിത് വേണ്ടാന്ന് കരുതിയിട്ടാണ് കുറച്ച് ചോറിട്ട് കഴിച്ചത്. എന്നാൽ ലേശം തൈരും കൂട്ടി കഴിക്കാനുള്ളതായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ ഓർമ്മിച്ചത് കേട്ടോ. തൈരുണ്ടായിരുന്നു, തൈരിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ചോറും ചമ്മന്തിയും കൂടി കൂട്ടി കഴിച്ചിട്ട് ഒരു രുചിയും വരാത്തത് കൊണ്ട് അതേ കണ്ടോ എൻ്റെ ഇലയിൽ തോരനൊക്കെ വെച്ചതിന് ഞാൻ തിരിച്ചടിപ്പിച്ചു കേട്ടോ. ചോറും ചമ്മന്തിയും കൂട്ടി കഴിച്ചിട്ട് ഒരു രുചിയും വരാത്തതുകൊണ്ട് ലേശം അച്ചാറും ഒക്കെ വെച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ടും എനിക്ക് വലിയ രുചിയൊന്നും തോന്നുന്നില്ല. തോരനൊക്കെ ഞാൻ സാധാരണഗതിയിലായിരുന്നെങ്കിൽ ആ ചോറും കപ്പയും മീൻകറിയും വെച്ച് നല്ലൊരു പിടി പിടിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വേണ്ടാതെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. മെഴുക്കുവരട്ടിയൊക്കെ കൊള്ളാമായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് പ്രകാശൻ്റെ ഇലയിൽ വച്ചപ്പോഴേ ചേട്ടൻ കൈ കാണിക്കുക എനിക്ക് വയ്ക്കല്ലേ എന്നുള്ള രീതിയിൽ. ആ രീതി തന്നെ കേട്ടോ. എനിക്കും വലിയ താല്പര്യമില്ല ചീര മെഴുക്കുവരട്ടിയൊന്നും കഴിക്കുന്നതിൽ. നമ്മൾ കഴിച്ച് ശീലമില്ലാത്ത സാധനങ്ങളല്ലേ ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അവരൊക്കെ വിഭവസമൃദ്ധമായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ മാത്രം ചോറും ചമ്മന്തിയും എനിക്ക് വേണമെങ്കിൽ കഴിക്കാൻ തോന്നുന്നില്ല, എനിക്കിഷ്ടപ്പെടുന്നില്ല. എന്തോ എനിക്ക് വേണ്ടാത്തത് കൊണ്ട് കഴിച്ചില്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യം തന്നെ 100 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റേഷൻ വേണ്ട, ശ്രീകുട്ടി പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നുണ്ടെന്നുള്ളത്. അതും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഞാൻ പറയണ്ടെന്ന് കരുതും, അത് ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും വന്ന് പോകുന്നതാണ് കേട്ടോ, അല്ലാതെ മനഃപൂർവ്വം പറയുന്നതല്ല.
അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചോറെല്ലാം കഴിച്ചു. എനിക്കാണെങ്കിൽ ചമ്മന്തി കഴിച്ചിട്ട് ഭയങ്കര പുളി കേട്ടോ. അല്ലാതെ ഉപ്പ് നോക്കിയപ്പോൾ നല്ല ചമ്മന്തി നല്ല ഇതുണ്ടായിരുന്നു. ചോറുമായിട്ട് വിരവി കഴിച്ചപ്പോൾ ഭയങ്കര പുളി. ഇതെൻ്റെ വായിൽ ഇപ്പോഴും പുളിയൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. എനിക്കെന്തോ എന്തോ പോലെ വരുന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ഗീത ചേച്ചി മുകളിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. ചേച്ചിയുടെ വീഡിയോ എടുക്കാൻ പോയപ്പോഴേക്കും ചേച്ചി ഇട്ടിരിക്കുന്ന നൈറ്റി കൊള്ളിലൊന്നും മിണ്ടായിരിക്കും മനു എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി മാറി പോയിട്ടോ. പിന്നെ ചേച്ചിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും ചേച്ചിക്കൊരു മറ്റേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ആഗ്രോ കെറ്റിലില്ലേ, അത് ഒരെണ്ണം ചേച്ചിക്ക് കണ്ടിട്ട് ഇഷ്ടമായി വാങ്ങിച്ചു. അതും വന്നായിരുന്നേ. ആഹാ, എന്ത് അന്തസ്സായിട്ട് ഇലയും മീൻകറിയും ആ ചോറും തോരനും മെഴുക്കൂട്ടിയൊക്കെ ഇരിക്കുന്നു. എൻ്റെ ഇലയിൽ നോക്കിയാൽ ഒന്നുമില്ല കേട്ടോ. പാവം ഞാൻ എങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ഒന്നും കഴിക്കാതായത്. എന്നിട്ട് ചോറൊക്കെ കഴിച്ച് ഗീത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഗീത ചേച്ചി നമ്മളെല്ലാവരും കൂടി കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നിട്ട് ഓരോ ചായ എല്ലാം കുടിച്ചിട്ട് നേരെ അങ്ങ് വീട്ടിൽ പോയി കേട്ടോ. വീട്ടിലല്ല, വേദ ട്യൂഷനും ഉണ്ടായിരുന്നു. വേദ ട്യൂഷനും വിട്ടിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ ചെന്നൊന്ന് സുഖമായിട്ട് കിടന്നു. ഉറങ്ങിയില്ല, കുറച്ച് നേരം കിടന്നു ഫോണിലൊക്കെ കുത്തിക്കൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വയ്യായികയുള്ളതൊക്കെ കൊണ്ട് ദീപ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ആ ഒരു വയ്യായികയ്ക്ക് പരിഹാരമായി ഓസിന് തിന്നിട്ടൊക്കെ പോവുകയാണ്. ഇനി നാളത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അറിയാം. അപ്പോൾ സുഖമാവുമെന്ന് വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം. ടാറ്റാ, ബൈ.